നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിൽ വീണ്ടും സഹകരണ ബാങ്കിനെതിരെ പരാതി. തൃശൂർ പറപ്പൂക്കര പട്ടികജാതി സഹകരണ ബാങ്കിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. CPI ഭരണസമിതി 5 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ് പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ട് നടപടിയില്ലെന്ന് സഹകാരികൾ കുറ്റപ്പെടുത്തി. CPI ഭരണസമിതി നടത്തിയ 5 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സഹകാരികൾ ഇഡിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. തൃശൂർ പറപ്പൂക്കര പട്ടികജാതി സഹകരണ ബാങ്ക് ഭരണസമിതി 150ഓളം സഹകാരികളിൽ നിന്നായി കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചെടുത്തത്. തട്ടിപ്പ് പുറത്തുവരുന്നത് നിക്ഷേപിച്ച പണം പിൻവലിക്കാൻ സഹകാരികൾ എത്തിയപ്പോൾ മാത്രമാണ്. പോലീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭരണസമിതി അംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. തുടർന്ന് അന്വേഷണം കാര്യക്ഷമമായി നടന്നില്ല. ഭരണസമിതിക്ക് സർക്കാരിന്റെയും അധികൃതരുടെയും പിന്തുണയുണ്ടെന്നും പരാതിക്കാർ ആരോപിക്കുന്നുണ്ട്. നിക്ഷേപിച്ച പണം സഹകാരികൾക്ക് തിരികെ നൽകാനാകാതെ കഴിഞ്ഞ 4 വർഷമായി ബാങ്ക് പൂട്ടിക്കിടക്കുകയാണ്. തൃശൂരിലാണ് വീണ്ടും സഹകരണ ബാങ്ക് തട്ടിപ്പെന്ന വാർത്ത പുറത്തുവരുന്നത്. കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ആ വിവാദങ്ങൾ എങ്ങനെ തൃശൂരിന്റെ രാഷ്ട്രീയത്തെയൊക്കെ മാറ്റിമറിച്ചു എന്ന കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സുരേഷ് ഗോപിയാണ് അവിടുത്തെ MP. അതുകൊണ്ട് തന്നെ ഈ കരുവന്നൂർ വിഷയത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഇടപെടലായിരുന്നു സുരേഷ് ഗോപി നടത്തിയത്. പദയാത്ര അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടത്തിയതാണ്. ഇതെല്ലാം കേരളം കണ്ടതാണ്. ഈ വിഷയത്തിൽ, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിഷയത്തിലും സുരേഷ് ഗോപി MPയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുകയാണ്. 400 കോടിയോളം തട്ടിപ്പും കള്ളപ്പണ ഇടപാട് നടന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകരെ അനുനയിപ്പിക്കാനുള്ള സർക്കാർ വാഗ്ദാനങ്ങൾ തിരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമായി മാറുന്ന കാഴ്ചയാണ് കാണാനായത്. 2021 മധ്യത്തിൽ പുറത്തുവന്ന തട്ടിപ്പിനെ അവഗണിച്ചായിരുന്നു ആദ്യം CPMന്റെ പോക്ക്. തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുകയും പാർട്ടി നേതാക്കളും പ്രവർത്തകരും പ്രതിക്കൂട്ടിലാവുകയും ചെയ്തു. ഇതോടെ വാഗ്ദാനങ്ങളുമായി പാർട്ടി രംഗത്തെത്തി. പ്രധാന വാഗ്ദാനം നിക്ഷേപകരുടെ പണം എത്രയും വേഗം നൽകാൻ കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ കൺസോർഷ്യം ഉണ്ടാക്കുമെന്നായിരുന്നു. എന്നാൽ ഇത് നടപ്പായില്ല. റിസർവ് ബാങ്ക് അനുമതി നൽകില്ലെന്നറിഞ്ഞു തന്നെയായിരുന്നു വ്യാജ വാഗ്ദാനം. സർക്കാരിന്റെ സഹായം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി നിക്ഷേപകരുടെ പ്രതിഷേധത്തെ കുറച്ചുനാൾ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. എന്നല്ലാതെ വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല. നിക്ഷേപകർക്ക് പണം നൽകി തുടങ്ങിയെന്ന് ബാങ്കിന്റെ പ്രത്യേക അഡ്മിനിസ്ട്രേറ്റീവ് സമിതിയുടെ അറിയിപ്പ് വന്നപ്പോൾ നിക്ഷേപകർ ആശ്വസിച്ചു. എന്നാൽ 1 ലക്ഷം വരെ നിക്ഷേപമുണ്ടായിരുന്ന നിക്ഷേപകർക്ക് മാത്രമാണ് നിക്ഷേപത്തിന്റെ ചെറിയൊരു പങ്കും പലിശയുടെ പകുതിയും നൽകിയത്. 80% നിക്ഷേപകർക്കും 5 ലക്ഷത്തിന് മുകളിലാണ് നിക്ഷേപം. എന്തായാലും കരുവന്നൂർ തട്ടിപ്പ്, ആ സഹകരണ ബാങ്ക് തട്ടിപ്പൊക്കെ വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രാധാന്യം നേടിയ ഒരു വിഷയമായിരുന്നു. ഇപ്പോൾ ഇതാ മറ്റൊരു സഹകരണ ബാങ്കിൽ കൂടി തട്ടിപ്പ് നടത്തിയിരിക്കുന്നെന്ന ആരോപണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ പരാതിയായി എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.